ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു നെക്സസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് എങ്ങനെ നെക്സസിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. 2013 കാലഘട്ടം മുതൽക്ക് തന്നെ അക്ഷയ സെന്ററിലൂടെ നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ നെക്സസിന്റെ സോഫ്റ്റ്വെയർ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോഴും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ അക്ഷയ കേന്ദ്രങ്ങളിലും CSC കേന്ദ്രങ്ങളിലും നെക്സസിന്റെ സോഫ്റ്റ്വെയർ ഡെയിലി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം സേവനങ്ങളാണ് ഈ ഒരു നെക്സസിന്റെ സോഫ്റ്റ്വെയറിലൂടെ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾക്ക്, ഓൺലൈൻ സംബന്ധിതമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ലോഗിൻ ID ആണ്. നെക്സസിന്റെ റെപ്രസെന്റേറ്റീവുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് വേണ്ട ലോഗിൻ ID പാസ്വേഡ് ലഭിക്കുന്നതാണ്. ഇത് തീർച്ചയായിട്ടും ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ വളരെ കുറഞ്ഞ ഒരു ഫീസ് മാത്രമേ ഞങ്ങൾ ഇയർലി ഈടാക്കുന്നുള്ളൂ. ഇത് അക്ഷയ കേന്ദ്രങ്ങൾക്കാണെങ്കിൽ 1500 പ്ലസ് GST ആണ് ഒരു വർഷത്തേക്കുള്ള ഫീസ് വരുന്നത്. മറ്റ് ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾക്ക് 3000 പ്ലസ് GST ആണ് നമ്മൾ ഈടാക്കുന്നത്. അപ്പൊ ആ രീതിയിൽ എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയറിന്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ നെക്സസിന്റെ സോഫ്റ്റ്വെയറിന്റെ മെയിൻ ആയിട്ടുള്ള വിൻഡോ ആണ്. അപ്പോൾ നമ്മൾ നെക്സസ് ഒരുപാട് സേവനങ്ങൾ പബ്ലിക്കിന് ചെയ്ത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഫ്രാഞ്ചൈസി ഓപ്ഷൻസ്, ATMകൾ, അതുപോലുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രാഞ്ചൈസി ഓപ്ഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാഞ്ചൈസി എടുത്ത ഓൺലൈൻ സർവീസ് സെന്ററുകൾക്കും ഈ ഒരു സേവനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് FR ലോഗിൻ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ FR ലോഗിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലേക്ക് കയറുന്നത്. അതുപോലെ ഇൻസ്റ്റാ ATMന്റെ മറ്റൊരു ലോഗിനും കൂടി ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ലോഗിൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മണി ട്രാൻസ്ഫർ, അതുപോലെ തന്നെ മിനി ATM, മൈക്രോ ATM, അതുപോലെ തന്നെ വലിയ ATM, സ്മാർട്ട് ATM, ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ടാണ് ഇൻസ്റ്റാ ATM എന്നുള്ള ലോഗിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും ഒരു ലോഗിൻ ഓപ്ഷൻ കാണിക്കും ഇൻസ്റ്റാ ATMന്റെ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള യൂസർ ID, പാസ്വേഡും കാര്യങ്ങളാണ് വരുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഇൻസ്റ്റാ ATM എന്നുള്ള ലോഗിന് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ, ATM, മിനി ATM ട്രാൻസാക്ഷൻസ്, EPS, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ FR ലോഗിൻ എങ്ങനെ, ഫ്രാഞ്ചൈസി ലോഗിൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. FR ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ് കൊടുക്കാനുള്ള വിൻഡോ വരും. നോർമലി അക്ഷയ കേന്ദ്രങ്ങൾക്ക് നമുക്ക് സെപ്പറേറ്റ് ലോഗിനും പാസ്വേഡും ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന സേവനങ്ങൾ വളരെ കുറച്ചും കൂടി വ്യത്യസ്തവും ബൃഹത്തായ സേവനങ്ങളാണ്. കാരണം അക്ഷയയിൽ നടക്കുന്ന സേവനങ്ങൾക്ക് അനുബന്ധമായിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറെ സോഫ്റ്റ്വെയറുകളാണ് അക്ഷയക്ക് നൽകുന്നത്. ഞാനൊരു അക്ഷയ ലോഗിന് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആക്കാം. അക്ഷയയുടെ സെൻട്രൽ കോഡും അതുപോലെ തന്നെ പാസ്വേഡും വെച്ചിട്ടാണ് ഈ ലോഗിൻ വരുന്നത്. ഇതാണ് അക്ഷയയുടെ ഒരു ലോഗിൻ പേജ് വരുന്നത്. ഇതിൽ അക്ഷയയും മറ്റ് സേവന കേന്ദ്രങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ അക്ഷയക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു അധിക സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. അക്ഷയ എന്നുള്ള അധിക സേവനം ഈ ഒരു മെനുവിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. മറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിലില്ല. അധിക സേവനങ്ങൾ അക്ഷയക്ക് ഈ ഒരു വിൻഡോയിലൂടെ ലഭ്യമാണ്, ഈ ഒരു മെനുവിലൂടെ ലഭ്യമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഹോം പേജ്. ഹോം പേജ് എന്ന് പറഞ്ഞാൽ ലോഗിൻ ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങളുടെ സെന്ററിന്റെ കോഡ്, ഇപ്പോൾ ഇത് അക്ഷയയുടെ ലോഗിൻ ആയതുകൊണ്ട് അക്ഷയയുടെ സെന്റർ കോഡും അതുപോലെ തന്നെ ലൊക്കേഷനും. പിന്നെ ഇവിടെ വരുന്നത് സെന്റർ കോഡ് വരുന്നുണ്ട്. അതിലൂടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനും ചേഞ്ച് പാസ്വേഡ്, മൈ അഡ്മിൻ എന്നുള്ള ഓപ്ഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. ഈ ലോഗിനകത്ത് തന്നെ ഒരു ലോഗിനും കൂടി ഉണ്ട്. അതാണ് ഈ മൈ അഡ്മിൻ എന്ന് പറയുന്ന ലോഗിൻ. അതായത് ഈ ഒരു ഭാഗം മെയിനായിട്ട് യൂസ് ചെയ്യുക നമ്മുടെ സെന്ററിലെ സ്റ്റാഫുകളായിരിക്കും. അപ്പോൾ അവർക്ക്, സ്റ്റാഫുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വിൻഡോയിലുള്ളത്. പിന്നെ സെന്ററിന്റെ അക്കൗണ്ട്സ്, മറ്റു കാര്യങ്ങൾ, മാനേജ്മെന്റ് ഒക്കെ മൈ അഡ്മിൻ എന്നുള്ള ലോഗിനിലായിരിക്കും വരിക. അത് ഞാൻ ഇതിന് ശേഷം ഈ ഒരു മെനു, ഈ ഒരു ഡാഷ്ബോർഡ് വിശദീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് മൈ അഡ്മിൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറയാം. ഈ ഒരു സൈറ്റിൽ ഒരുപാട് സേവനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം ഇതിലൊരു വാലറ്റ് സിസ്റ്റം ഉണ്ട്. ഈ വാലറ്റ് ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം.
ടുഡേയ്സ് സെയിൽ കാണാം, ക്യാഷ് ഫ്ലോ കാണാം, ക്യാഷ് ഇൻ ഹാൻഡ് കാണാം, ടോട്ടൽ റീചാർജസ്, അങ്ങനെയുള്ള കുറേ സേവനങ്ങൾ ഈ ഒരു പോർട്ടലിൽ കൂടെ കസ്റ്റമർക്ക്, അതായത് നിങ്ങളുടെ ഫ്രാഞ്ചൈസിക്ക് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അതിലുള്ള ഓരോരോ മെനു ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഇതിൽ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മെയിനായിട്ട് വാലറ്റ് ബാലൻസ്, അതായത് ഇതിലുള്ള വാലറ്റിൽ ഇപ്പോൾ 1261 രൂപയുണ്ട്. അതിനുള്ള ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് റീചാർജ്, അതുപോലെ പാൻ കാർഡ് അപ്ലിക്കേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു വാലറ്റിലെ ബാലൻസ് വഴി ചെയ്യാൻ പറ്റും. പിന്നെ തൊട്ടടുത്തായിട്ട് കാണുന്ന ടുഡേ സെയിൽസ്, അതായത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കൂടി ഉണ്ട്. അതായത് നിങ്ങളുടെ സെന്ററിൽ വരുന്ന ആളുകളുടെ അല്ലെങ്കിൽ സർവീസിന് വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ നിന്നും ക്യാഷ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ഈ അക്കൗണ്ട് സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നടന്ന സെയിലാണ്, ഈ ഒരു സമയം വരെ നടന്ന സെയിലിന്റെ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്, 6665. പിന്നെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ചെലവഴിച്ച എക്സ്പെൻസ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് കയ്യിലുള്ള ക്യാഷ്, ഇന്ന് ബാലൻസ് എത്ര, എക്സ്പെൻസ് കഴിച്ചിട്ട് ബാലൻസ് എത്രയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇന്ന് ഇതിലുള്ള സോഫ്റ്റ്വെയർ, റീചാർജ് സോഫ്റ്റ്വെയർ വഴി എത്ര റീചാർജ് നടത്തി എന്നുള്ളതാണ് ഇവിടെ കൊണ്ട് കാണിക്കുക. റീചാർജ് വഴി നിങ്ങൾക്ക് എത്ര ബെനിഫിറ്റ് ഉണ്ടായി എന്ന് ഇവിടെ കാണിക്കും. പിന്നെ റീചാർജ് എത്ര എമൗണ്ടിന് റീചാർജ് നടന്നു എന്നിവിടെ കാണിക്കും. പിന്നെ UTI പാൻ കാർഡ് ഇന്ന് എത്ര എണ്ണം അപേക്ഷിച്ചു എന്നുള്ളത് ഇവിടെ കാണിക്കും. NSDL വഴി പാൻ കാർഡിന് അപേക്ഷിച്ചത് എത്രയെന്നും ഇവിടെ കാണിക്കും. പിന്നെ ഇന്നത്തെ എത്ര വാലറ്റ് ടോപ്പപ്പ് നടന്നു, വാലറ്റ് എത്ര ടോപ്പപ്പ് ചെയ്തു എന്നുള്ളത് ഇവിടെ കാണിക്കും. പിന്നെ ഇന്ന് എത്ര പേയ്മെന്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ കാണിക്കും. പിന്നെ പോർട്ടൽ റിന്യൂവൽ, ഈ പോർട്ടൽ ഞാൻ പറഞ്ഞു ഇതിന് ഒരു റിന്യൂവൽ ഫീസ് ഉണ്ട്, ഇയർലി റിന്യൂവൽ ഫീസ് ഉണ്ട്. അപ്പൊ ഇനി എത്ര ദിവസം കൂടി ഈ ഒരു പോർട്ടൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. 1087 ഡേയ്സ് കൂടി ഈ പോർട്ടൽ ഉപയോഗിക്കാനുള്ള ബാലൻസ് ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാലൻസ് കഴിയുന്നിടത്തോളം, ഈ പോർട്ടൽ റിന്യൂവലിന്റെ ബാലൻസ് കഴിയുമ്പോൾ ഈ പോർട്ടൽ കട്ടാവുകയും വീണ്ടും നമ്മൾ പേയ്മെന്റ് അടയ്ക്കുക, എന്നിട്ട് റിന്യൂ ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇനി നേരെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റാഫ് പെർഫോമൻസ് ടുഡേ. അതായത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് നമ്മുടെ സ്റ്റാഫുകളെ എൻ്റർ ചെയ്യാനുള്ള സംവിധാനം. ഈ സ്റ്റാഫുകൾ ഓരോ വർക്ക് ചെയ്യുന്നു, അവരുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിനും, അതുപോലെ തന്നെ അവരുടെ ഓരോ വർക്കിനനുസരിച്ചിട്ട് അവർക്ക് എത്ര ബെനിഫിറ്റ് അവർ നമ്മുടെ സ്ഥാപനത്തിന് കൊണ്ടുവന്നു എന്നുള്ളത് അറിയാനും ഒക്കെയുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതിനാണ് ഈ ടുഡേ സ്റ്റാർ പെർഫോമർ എന്ന് പറയുന്ന ഒരു വിൻഡോ. അപ്പോൾ ഇന്നത്തെ ഏറ്റവും കൂടുതലായിട്ട് സർവീസ് ചാർജ് ഇതുവരെ കളക്ട് ചെയ്തത് ഈ ഒരു സ്റ്റാഫാണ്. അപ്പോൾ അവരുടെ പേര് ടുഡേ സ്റ്റാർ പെർഫോമർ എന്ന രീതിയിൽ മുകളിൽ വരും. പിന്നെ ഇന്ന് ബാക്കിയുള്ള സ്റ്റാഫുകൾ ചെയ്തിരിക്കുന്ന സർവീസുകളും, സർവീസ് കൗണ്ട്, എത്ര സർവീസ് ചെയ്തു, ഡിപ്പാർട്ട്മെന്റ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ള തുക. ഇപ്പൊ സപ്പോസ് നമ്മളൊരു ക്യാമറ ഫൈൻ കളക്ട് ചെയ്തു, ക്യാമറ ഫൈന് 1000 രൂപയാണ് ക്യാമറ ഫൈനുള്ളത്, 1500 രൂപയാണ് ക്യാമറ ഫൈൻ ഉള്ളതെങ്കിൽ 1500 രൂപ അവിടെ വരും. നമ്മൾ സർവീസ് ചാർജ് ആയിട്ട് ഇപ്പോൾ വാങ്ങുന്നത് 50 രൂപയാണെങ്കിൽ 50 രൂപ അവിടെ വരും. അതിന്റെ ടോട്ടൽ ഇവിടെ വരും. പിന്നെ UPI ബാങ്ക് എന്ന് കാണാം. അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സ് QR സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് അടയ്ക്കുന്നുണ്ട്. അതിന്റെ കൗണ്ടാണ് ഇവിടെ വരിക, എത്രയാണ് ബാങ്കിലേക്ക് പോയത് എന്നുള്ളത്. പിന്നെ ക്യാഷ് ആയിട്ട് എത്ര തന്നു എന്നുള്ളതാണ് ഇവിടെ വരിക. അപ്പൊ ഇന്ന് ഈ ഒരു സ്റ്റാഫിന്റെ നേരെ വരുന്നത് ഇന്ന് ഫുള്ളായിട്ട് ക്യാഷിലാണ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്, അത് ഇവിടെ വരും. ഇപ്പൊ താഴെ നോക്കുക, ഇവിടെ ഒരു ട്രാൻസാക്ഷൻ UPI ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ 360 രൂപ ബാങ്കിലേക്കാണ് പോയിരിക്കുന്നത്, 310 രൂപ നമുക്ക് ക്യാഷ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സ്റ്റാഫിന്റെ ടോട്ടൽ പെർഫോമൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ദിവസം നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ക്യാഷ് എമൗണ്ട് എത്രയാണ്, ബാങ്കിലേക്ക് പോയിരിക്കുന്ന എമൗണ്ട് എത്രയാണ്, ടോട്ടലായിട്ട് നമ്മൾക്ക് കിട്ടിയ സർവീസ് ചാർജ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഫീസും കൂടി എത്രയാണ്, ഇനി സർവീസ് ഫീസ് മാത്രമായിട്ട് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഫീസ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, എത്ര സർവീസസ് ആണ് ടോട്ടൽ നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇനി പെർഫോമൻസ് ഓഫ് ദ മന്ത്, അതായത് ഈ ഒരു മാസത്തെ ഏറ്റവും നല്ലപോലെ ഇൻകം ജനറേറ്റ് ചെയ്ത ആളെ നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റും. അപ്പം അതിൽ ഈ ഒരു മാസം ഇതുവരെ എത്ര സർവീസ് നടത്തിയിട്ടുണ്ട്, എത്ര സർവീസ് ഫീസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ കാണാം. 1,30,850 രൂപയുടെ സർവീസാണ് ഈ ഒരു സ്റ്റാഫ് ചെയ്തിരിക്കുന്നത്. അതിൽ സർവീസ് ഫീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു സോർട്ടിങ് നടക്കുന്നത്. അതായത് 15,546 രൂപയാണ് സർവീസ് ഫീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കളക്ട് ചെയ്തത്. ഈ 1,15,000 നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ അടയ്ക്കേണ്ട ഫീസ് ആയിരിക്കും. ടോട്ടൽ 223 കൗണ്ടാണ്, സർവീസ് കൗണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് സ്റ്റാർ സർവീസ് പ്രൊവൈഡർ ആണ്. ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്ത ആൾ ആരാണെന്നുള്ളത് നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് അറിയാൻ പറ്റും. അത് 283 സർവീസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റാഫാണ് ഇതുവരെ ഈ മാസം മുന്നിലായിട്ട് നിൽക്കുന്നത്.
പിന്നെ ലോവസ്റ്റ് പെർഫോമേഴ്സ് 3 പേരെ നമുക്ക് താഴെ കാണാം. ഏറ്റവും കുറഞ്ഞ രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ആളുകളെ നമുക്ക് ഇവിടെ സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള സ്റ്റാഫുകൾക്ക് പെർഫോമൻസ് കുറവുള്ള ആളുകൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യിക്കാനും നമുക്ക് ഒരു എന്റർപ്രണർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിന്റെ താഴെയായിട്ട് വരുന്നത് സപ്പോർട്ട് നമ്പേഴ്സ് ആണ്. നെക്സസിന്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ വേർഷൻ 4ലേക്കാണ് നമ്മളിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തെല്ലാമാണ് ചേഞ്ചസ് വന്നതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് വേർഷൻ 4ന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കലണ്ടർ ഉണ്ട്, അതുപോലെ തന്നെ ക്ലോക്ക്, ടൈം ക്ലോക്കും. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിന്റെ ഫ്രണ്ട് പേജിലായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടു, ഇവിടെ സ്റ്റാർ പെർഫോമറൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മെനുകളിലേക്കൊക്കെ പോകണം. ഇനി ഫസ്റ്റത്തെ മെനു എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് ആണ്. ഈ ബില്ലിംഗ് മെനുവിൽ ഇതിന്റെ പോർട്ടൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഇപ്പൊ നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്താലും ആ ഒരു പോർട്ടൽ ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കേണ്ടതാണ്. പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു സൈറ്റ് ആക്റ്റീവ് ആവുള്ളൂ. ഇതിപ്പോൾ അക്ഷയയുടെ ഒരു ലോഗിൻ ആയതുകൊണ്ട് അക്ഷയയുടെ പേയ്മെന്റ് 1500 പ്ലസ് GST ആണ്. 1770 ആണ് അക്ഷയ സെന്റേഴ്സ് അടയ്ക്കേണ്ടത് ഒരു വർഷത്തേക്ക്. അപ്പോൾ പേയ്മെന്റ് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ഒരു പോർട്ടൽ ഒരു വർഷത്തേക്ക് സുഖമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ടോപ്പ് അപ്പ് വാലറ്റ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ വാലറ്റിലേക്ക് ക്യാഷ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വാലറ്റ് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇവിടെ. അതിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, അതുപോലെ തന്നെ QR സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാലറ്റ് ടോപ്പ് അപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുകയാണെങ്കിൽ ഡയറക്റ്റ് പേ ടോപ്പ് അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഏത് അക്കൗണ്ടിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്തത്, അത് എന്താവശ്യത്തിനാണ് ട്രാൻസ്ഫർ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ID മസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് അത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ആക്റ്റീവ് ആക്കി തരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതങ്ങനെയാണ് വാലറ്റ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുക. ഇനി അതിൽ വരുന്നത് വാലറ്റ് റിപ്പോർട്ട്സ്. നമ്മൾ ഇന്ന് ചെയ്ത വാലറ്റിന്റെ റിപ്പോർട്ടാണ് ഇവിടെ കാണുന്നത്. ഇന്ന് വാലറ്റ് വഴി ഈ ഒരു ലോഗിനിൽ ഇന്ന് 2 പാന്റ് ആപ്ലിക്കേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു 130 രൂപ 130 രൂപയുടെ പാന്റ് ആപ്ലിക്കേഷൻ ആണ് ഇന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ നമുക്ക് ഡേറ്റ് വൈസ് ആയിട്ടും ഇവിടെ വാലറ്റ് റിപ്പോർട്ട് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വാലറ്റിൽ നിന്ന് എങ്ങോട്ടാണ് എമൗണ്ട് പോയത്, എന്താവശ്യത്തിനാണ് പോയത്, അതിനുള്ള ഡേറ്റ്, ടൈം എല്ലാം നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് കാണാൻ പറ്റും. ഇനി വരുന്നത് ബില്ലിങ്ങിൽ പേ ബൈ വാലറ്റ് എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് വാലറ്റിലെ ക്യാഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പല സർവീസുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ കൊടുക്കുന്നുണ്ട്. ഡിജിറ്റൽ സിഗ്നേച്ചറിന് വേണ്ട ലോഗിനും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ വാലറ്റിൽ ഇപ്പോൾ 1133 രൂപയുണ്ട്. നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് എടുക്കേണ്ടതെങ്കിൽ അതിനുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. റിമാർക്സ് അടിച്ചു കഴിഞ്ഞാൽ ഈ എമൗണ്ട് നേരെ നെക്സസിന്റെ അഡ്മിൻ ടീമിൽ എത്തും. അവർ നിങ്ങൾക്ക് വേണ്ടി ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഡിവൈസോ കാര്യങ്ങളോ എന്താണ് സർവീസ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അയച്ചു തരുന്ന സംവിധാനമാണ്. അതിന്റെ പെൻഡിങ് റിപ്പോർട്ടും ഫുൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതാണ് ഈ ബില്ലിംഗ് മെനു. ബില്ലിംഗ് മെനുവിൽ നിങ്ങളുടെ വാലറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോർട്ടൽ ആക്ടിവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണുള്ളത്. ഇനി വരുന്നത് മാനേജ് എന്നുള്ള മെനു. ഈ മാനേജ് എന്നുള്ള മെനുവിലാണ് ഒരുവിധം നമ്മുടെ ഈ ഒരു സെന്ററിന്റെ മാനേജ്മെന്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അക്കൗണ്ട്സ് എൻട്രി എന്ന് പറയുന്ന സംവിധാനം. ഇതുവഴിയാണ് സെന്ററിന്റെ അക്കൗണ്ട്സ് നമ്മൾ ചെയ്യുക. അപ്പൊ ഈ അക്കൗണ്ട്സ് എൻട്രിയിൽ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്തൊരു സേവനത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ബില്ല് കൊടുക്കാൻ വേണമെങ്കിൽ ബില്ല് കൊടുക്കാം. വാട്സപ്പായിട്ട് നിങ്ങൾക്ക് ബില്ല് അയച്ചു കൊടുക്കാം. ഇതിനൊക്കെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ. ഇത് ഇന്നിപ്പോ ടുഡേയ്സ് ഇൻകം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മുഴുവൻ ഇന്ന് വന്ന കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇൻകം എൻട്രി, ഇന്നിപ്പോ ഒരാൾ അക്ഷയ സെന്ററിലാണെങ്കിൽ ഇപ്പൊ ഒരാൾ വന്ന സർവീസ് ഇപ്പൊ ആധാർ എൻറോൾമെന്റിനാണെങ്കിൽ അതിന്റെ കറക്ഷനോ കാര്യങ്ങളോ എന്താണെങ്കിലും ആ കസ്റ്റമറുടെ പേര് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഡിപ്പാർട്ട്മെന്റ് ഫീസ്, അതായത് നമ്മൾ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ RTO ആണ് നമ്മൾ സപ്പോസ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ RTO പേയ്മെന്റ് ആണെങ്കിൽ ഇപ്പോൾ RTOയിലേക്ക് ഇപ്പൊ ഒരു 1000 രൂപ RTOയിലേക്ക് അടയ്ക്കാനുണ്ട്. അപ്പൊ നമ്മുടെ സർവീസ് ചാർജ് ആയിട്ട് നമ്മൾ 50 റുപ്പീസ് ആണ് കളക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും.
അപ്പോൾ 1000 രൂപ ഡിപ്പാർട്ട്മെന്റ് ഫീസും സർവീസ് ചാർജ് ആയിട്ട് 50 രൂപയും നമ്മൾ എൻ്റർ ചെയ്യാം. ഇനി GST ഒക്കെ കളക്ട് ചെയ്യുന്ന സെന്ററാണ്, GST എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അടയ്ക്കാം. ഇനി സപ്പോസ് നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു ചാർജസ് വരും. ഇപ്പോൾ RTOയിലേക്ക് പേയ്മെന്റ് അടയ്ക്കണമെങ്കിൽ ബാങ്കിൽ ചിലപ്പോൾ നമുക്കൊരു എമൗണ്ട് വരും, ഒരു 7 രൂപ അല്ലെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ 11 രൂപയോ നമുക്കൊരു ബാങ്ക് ചാർജസ് ആയിട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ. ഇനി നമ്മുടെ എൻറോൾ ചെയ്തിരിക്കുന്ന സ്റ്റാഫുകളുടെ ലിസ്റ്റ് ഇവിടെ വരും. സ്റ്റാഫിനെ എൻറോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം. അപ്പൊ എൻറോൾ ചെയ്തിരിക്കുന്ന സ്റ്റാഫുകളുടെ പേര് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തു. ഈ പേയ്മെന്റ് മോഡ്, ഏത് മോഡിലാണ് അയാൾ പേയ്മെന്റ് അടച്ചത്, UPI ആയിട്ടാണോ, കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണോ, ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടാണോ, ക്യാഷ് ആയിട്ടാണോ എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഇപ്പൊ UPI ആണെങ്കിൽ UPI സെലക്ട് ചെയ്യുക. പിന്നെ കസ്റ്റമേഴ്സിന്റെ ഫോൺ നമ്പർ നമ്മളിവിടെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിർബന്ധമല്ല, മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്തെങ്കിലും റിമാർക്സ് കൊടുക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിവിടെ കൊടുക്കാം. ഇപ്പൊ RC അപ്ലിക്കേഷൻ ആണ്, RC ഡ്യൂപ്ലിക്കേറ്റർ ആണെങ്കിൽ അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഇതുപോലെ ഈ ഒരു ലിസ്റ്റിൽ വന്നതുപോലെ നിങ്ങളുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഇപ്പം എയിംസിന് വേണ്ടിയിട്ട് ഒരാൾ അപേക്ഷിച്ചു, സഫ്ന P എന്നുള്ളൊരു കസ്റ്റമർ അപേക്ഷിച്ചത് 12:59, ഈ 12:59 അപേക്ഷിച്ചത്. ആ ടൈം ഇവിടെ കാണിക്കും. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഫീസ് ഒന്നും അതിലില്ല, സർവീസ് ചാർജ് മാത്രമേ ഉള്ളൂ. ഓപ്പറേറ്ററുടെ പേര് ഇവിടെ കാണാം, പേ എമൗണ്ട് ക്യാഷ് ആയിട്ടാണ് അടച്ചത്. റിമാർക്സിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ കസ്റ്റമറുടെ ഫോൺ നമ്പർ. പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ പോയിട്ട് അതിൽ ചേഞ്ചസ് എന്തെങ്കിലും വരുത്താം. അഥവാ നമ്മൾ അടിച്ചത് തെറ്റിപ്പോയി അല്ലെങ്കിൽ എമൗണ്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റീസൺ ഫോർ എഡിറ്റിംഗ് കൊടുക്കുക. എന്തെങ്കിലും ആവശ്യം, അതായത് നമുക്ക് എമൗണ്ട് ആണോ കറക്ഷൻ വന്നെങ്കിൽ, ഇപ്പൊ എമൗണ്ട് കറക്ഷൻ ആണെങ്കിൽ എമൗണ്ട് എന്നുള്ള കറക്ഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ റീസൺ നിർബന്ധമായിട്ടും കൊടുക്കണം. എയിംസ് സർവീസ് മാറ്റണമെന്നുണ്ടെങ്കിൽ സർവീസ് ചേഞ്ച് ചെയ്യാം. എമൗണ്ട് ഇപ്പം മാറ്റി 50 എന്നുള്ളത് 60 ആക്കുകയാണെങ്കിൽ 60 ചെയ്യാം. GST ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. സ്റ്റാഫിന്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം, അത് മാറിപ്പോയതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ എല്ലാവിധ കറക്ഷനും, ഇവരെ പേയ്മെന്റ് മോഡ് മാറി ഒരു UPI ആണ് ചെയ്തെങ്കിൽ അങ്ങനെ, റിമാർക്സ് എന്തെങ്കിലും എൻ്റർ ചെയ്യണമെങ്കിൽ എന്നിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. പക്ഷെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റോയിന്റെ കളർ മാറിയിട്ട് അത് യെല്ലോ കളറിൽ വരും എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ ചേഞ്ചസ് വരും. അതായത് നിങ്ങളുടെ സ്റ്റാഫ് ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്റർപ്രണർക്ക് അറിയാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഈ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ കളർ. അപ്പൊ അത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനും പറ്റും, എന്ത് കാരണം കൊണ്ടാണ് എഡിറ്റ് ചെയ്തതെന്നുള്ളത് എന്റർപ്രണർക്ക് ചോദിക്കാനും പറ്റും. പിന്നെ ഇവിടുന്ന് നേരെ നമുക്ക് വാട്സപ്പിലേക്ക് ഇവർക്ക് ഇതിന്റെ ബില്ലും കാര്യങ്ങളും ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് മൊബൈലിൽ സോറി അതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ടും കാര്യങ്ങളും അടക്കം നിങ്ങൾക്ക് ഇതിലേക്ക് ആ ഒരു കസ്റ്റമറുടെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് കസ്റ്റമറുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റൂ. പിന്നെ വരുന്നത് പ്രിന്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതിന്റെ പ്രിന്റ് ഔട്ട് കൊടുക്കാൻ പറ്റും. അതായത് കസ്റ്റമർക്ക് ഇതിന്റെ പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. പ്രിന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹാഫ് പേജ് ആയിട്ടാണ് ഇതിന്റെ പ്രിന്റ് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു A4 ഷീറ്റ് 2 പ്രിന്റിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പ്രിന്റ് ആവശ്യമുള്ള കസ്റ്റമർക്ക് അങ്ങനെ കൊടുക്കാം. ഇനി വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ നിങ്ങൾ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ ലിസ്റ്റുകൾ താഴെ താഴെ താഴെയായിട്ട് വരും. ഇനി എക്സ്പെൻഡിച്ചർ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ എൻട്രി എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുന്നു. അവിടെ ഇന്ന് എന്താണ് എക്സ്പെൻഡിച്ചർ ഉള്ളത്, ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ലോ, നമ്മുടെ സെൻട്രലിന്റെ ഇലക്ട്രിസിറ്റി ബില്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും റെന്റോ കാര്യങ്ങളോ സാലറിയോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, സാലറി ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ സാലറി കൊടുക്കുന്നു. അതിന്റെ പിന്നെ ആർക്കാണോ സാലറി കൊടുക്കുന്നത് അവരുടെ പേര്, പെയ്ഡ് എമൗണ്ട്, പിന്നെ ഓപ്പറേറ്റർ നെയിം. അത് എന്റർപ്രണറുടെ പേര് ഒരു ഓപ്പറേറ്റർ ആയിട്ട് ഇവിടെ വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്റർപ്രണർ തന്നെ സാലറി കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ടുഡേസ് എക്സ്പെൻഡിച്ചർ അവിടെ വരും. ഇനി ബാങ്ക് എൻട്രി എന്ന് പറയുന്നത് ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അതായത് ഇന്നത്തെ കളക്ഷൻ നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കുന്നു. അപ്പൊ നമുക്കത് ബാങ്ക് എൻട്രി എന്നുള്ളൊരു ആവശ്യമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബാങ്ക് എൻട്രിയിലേക്ക് ബാങ്ക് എൻട്രി ഓപ്ഷൻ എടുത്തിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് അതാണ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് ഏത് ബാങ്കിലേക്കാണെന്നുള്ളത് നിങ്ങളിവിടെ കൊടുക്കുക. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, SBI, എമൗണ്ട് എത്രയാണോ അത് നിങ്ങളിവിടെ കൊടുക്കുക. പിന്നെ റിമാർക്സ് എന്താണെന്നെങ്കിൽ അത് കൊടുക്കുക. അപ്പൊ ആ രീതിയിൽ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഏത് ബാങ്കിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത്, എത്രയാണോ എമൗണ്ട് എടുക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം.
പിന്നെ ഏത് ഓപ്പറേറ്റർ ആണ് പോകുന്നത്, ഏത് സ്റ്റാഫാണ് പോകുന്നതെങ്കിൽ അവരുടെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ട് ഇപ്പൊ ടുഡേസ് ബാങ്ക് എൻട്രി എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഇപ്പൊ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും വരാത്തത്. പിന്നെ UPI വഴി അല്ലെങ്കിൽ കാർഡ് വഴി നേരത്തെ നമ്മൾ പേയ്മെന്റ് കാണിച്ച ആളുകളുടെ ലിസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരും. അതായത് നേരത്തെ സർവീസിന് വേണ്ടിയിട്ട് കൊടുത്തത് UPI വഴിയാണെങ്കിൽ ആ UPI വഴി, അല്ലെങ്കിൽ കാർഡ് വഴിയാണെങ്കിൽ കാർഡ് വഴി, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ അതും ഈ ബാങ്ക് എൻട്രിയിൽ വരും. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു സമ്മറി ഉണ്ട് താഴെ, ടുഡേസ് ബാങ്ക് സമ്മറി എന്നുള്ളത് ടോട്ടൽ UPI ഇൻകമിങ് 360, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ടോട്ടൽ ബാങ്ക് ഔട്ട് ഗോയിങ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ഉണ്ടെങ്കിൽ അത്, ടോട്ടൽ ബാങ്ക് ബാലൻസ്, ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതാണ്. ആ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടോട്ടൽ ബാങ്ക് ബാലൻസ്, ഇന്നത്തെ ബാങ്ക് ബാലൻസ് എത്രയുണ്ട് എന്നുള്ളത് കാണാം. ഇന്ന് ബാങ്കിലേക്ക് ബാലൻസ് എത്ര വന്നു എന്നുള്ളത് കാര്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെയാണ് ഇതിന്റെ എക്സ്പെൻഡിച്ചർ എൻട്രി, ബാങ്ക് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഓപ്പണിംഗ് ബാലൻസ് എൻട്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതായത് ഇന്നത്തെ കണക്കുകളൊക്കെ നമ്മൾ സെറ്റിലാക്കി, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബാലൻസ് ഉണ്ട്. അപ്പൊ ആ ബാലൻസ് പിറ്റേ ദിവസം രാവിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എൻട്രി ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പൊ ഇതാണ് ഓപ്പണിംഗ് ബാലൻസ് എൻട്രി. ക്യാഷ് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ, ബാങ്ക് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ, ക്യാഷ് അഡ്വാൻസ് ബൈ എന്റർപ്രണർ, അതായത് എന്റർപ്രണർ ഇപ്പോൾ ഒരു അഡ്വാൻസ് എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ക്യാഷ് അഡ്വാൻസ് ബൈ എന്റർപ്രണർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അതും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ബാലൻസ് എമൗണ്ട് എത്രയാണ് എന്നുള്ള എമൗണ്ട് ഒക്കെ ഇവിടെ ചെയ്യാം. ഏത് സ്റ്റാഫാണോ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യുന്നത് അതും നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ക്ലോസിംഗ് ഡിനോമിനേഷൻ, ഇത് വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ്. അതായത് നമ്മൾ ഇന്നത്തെ ദിവസത്തെ പ്രവർത്തനം കഴിഞ്ഞു, അപ്പം ക്ലോസിംഗ് ഡിനോമിനേഷൻ എൻ്റർ ചെയ്യുക. 500ന്റെ നോട്ട് എത്രയുണ്ട്, 200ന്റെ എത്രയുണ്ട്, 100ന്റെ എത്രയുണ്ട്, 50ന്റെ എത്രയുണ്ട്, 10ന്റെ എത്രയുണ്ട് എന്നുള്ളതൊക്കെ എൻ്റർ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഏത് സ്റ്റാഫാണോ ക്ലോസിംഗ് ചെയ്യുന്നത് അവരുടെ പേരും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്ലോസിംഗ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്നത് ടുഡേയ്സ് സമ്മറി എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇന്നത്തെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ എത്രയുണ്ട് എന്നുള്ളത് അറിയാനാണ് ടുഡേയ്സ് സമ്മറി എന്നുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ടുഡേയ്സ് സമ്മറി. ഇന്ന് എക്സ്പെൻഡിച്ചർ എത്രയുണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റ് എത്രയുണ്ട്, UPI ട്രാൻസ്ഫർ എത്രയുണ്ട് എന്നുള്ളത് ഒരു സൈഡിലും, പിന്നെ അതായത് എക്സ്പെൻസ് പുറത്തേക്ക് പോയത്, ക്യാഷ് പുറത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ക്യാഷ് ബുക്കാണ്. അപ്പൊ ക്യാഷ് വന്നതും ക്യാഷ് പോയതുമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ മൊത്തമായിട്ട് ക്യാഷ് വന്നത്, ഡിപ്പാർട്ട്മെന്റ് ഫീസ് 5077 കളക്ട് ചെയ്തു, സർവീസ് ചാർജ് കളക്ട് ചെയ്ത് 2098. അപ്പോൾ ഇതിന്റെ ക്യാഷ് ഇൻഫ്ലോ 7175, ഔട്ട് ഫ്ലോ വരുന്നത് 360. അപ്പോൾ ഈ എമൗണ്ട് 360 നേരെ ബാങ്കിൽ പോയതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഈ ഇപ്പുറത്തെ സൈഡിലേക്ക്, ക്യാഷ് പോയ സൈഡിലേക്ക് അത് വന്നിരിക്കുന്നത്. അപ്പം 360 രൂപ പോയി. 7175 ഈ 360 പോയാൽ 6815 രൂപ ഇന്ന് നമ്മുടെ കയ്യിൽ ക്യാഷ് ഞാനുണ്ട്. അപ്പൊ നമ്മുടെ സെന്ററിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇനി ഇതിനൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ നെക്സസ് സർവീസസ് എന്ന് പറഞ്ഞ പ്ലേ സ്റ്റോറിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലും നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ടുഡേ സ്റ്റാഫ് സമ്മറി, നമ്മൾ ഫസ്റ്റ് പേജിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ സ്റ്റാഫുകൾ എത്ര വർക്ക് ചെയ്തിരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടുഡേ സ്റ്റാഫുകൾ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ്, എത്ര വർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണും. ഓരോരോ സ്റ്റാഫിന്, ഫുൾ സ്റ്റാഫിന്റെ പേരും അവർ എത്ര എത്ര വർക്കുകൾ ഇന്ന് ചെയ്തു എന്നുള്ളതും അതിന്റെ ഗ്രാൻഡ് ടോട്ടലും നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ ലോഗിൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു അഡ്മിന് പ്രത്യേകമായിട്ടൊരു ലോഗിൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റർപ്രണർക്കുള്ള ഒരു ലോഗിൻ ആണ്. അതിൽ കുറച്ചും കൂടി അക്കൗണ്ട്സിന് കുറെ കൂടി സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ അഡ്മിൻ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിന് യൂസർ ID, സെപ്പറേറ്റ് യൂസർ ID, പാസ്വേഡ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ സെക്യൂർ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ലോഗിൻ ആണ്. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ലോഗിൻ. ഇത് എന്റർപ്രണർ ആണ് കൈകാര്യം ചെയ്യുക. അയാൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഡിനോമിനേഷന്റെ റിപ്പോർട്ട്, സ്റ്റാഫ് പെർഫോമൻസ്, ഡേറ്റ് വൈസ് ആയിട്ടുള്ള സ്റ്റാഫ് പെർഫോമൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. ഇപ്പോൾ ഫുൾ അക്കൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫുൾ അക്കൗണ്ട് കാണാനുള്ള സംവിധാനമുണ്ട്. ഡേറ്റ് വൈസ് ആയിട്ട്, നെയിം വൈസ് ആയിട്ട് ഒക്കെ അഡ്മിന്റെ ഫുൾ ആയിട്ടുള്ള അക്കൗണ്ട്സ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഫുൾ ട്രാൻസാക്ഷൻസിന്റെ ലിസ്റ്റ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഏതെങ്കിലും ഇപ്പൊ പ്രീവിയസ് ഡേറ്റിൽ ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. അത് സ്റ്റാഫിന് കഴിയില്ല. കാരണം അവിടെ ഒരു ദിവസത്തെ എൻട്രി മാത്രമേ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റൂ.
അതാത് ദിവസത്തത് പ്രീവിയസ് ഡേറ്റിന്റെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അഡ്മിൻ ലോഗിനിൽ കയറിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനും ഒരാളെ സെർച്ച് ചെയ്തെടുക്കാനും ഏതെങ്കിലും ഒരു കസ്റ്റമർ സെർച്ച് ചെയ്തെടുക്കാനും ഓപ്പറേറ്റർ ബേസിൽ സെർച്ച് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഏതൊക്കെ ഓപ്പറേറ്ററുടെ ഫുൾ ആയിട്ടുള്ള ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ പോസിബിൾ ആണ്. ഇനി പ്രോഫിറ്റ് സമ്മറി, നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് ലഭിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു സമ്മറിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഡേറ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് ഇപ്പോൾ 1 മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തത്, ഇപ്പോൾ ഒരു സെപ്റ്റംബർ ഓഗസ്റ്റ് മാസത്തിൽ ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഡേറ്റ് വൈസ് ആയിട്ട് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതൊക്കെ എന്റർപ്രണർക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിലേക്കാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ വരവ് എത്ര, ചെലവ് എത്ര എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഇനി ബാങ്ക് ഡെപ്പോസിറ്റിന്റെ റിപ്പോർട്ട്, അതാണ് എത്ര ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെനു ഉപയോഗിക്കുന്നത്. അതും നമുക്ക് ഡേറ്റ് വൈസ് ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ലിസ്റ്റ്. ഇതിപ്പോൾ UPIയും ഇതിനകത്ത് കാണിക്കും. UPI വഴി എത്ര ഡെപ്പോസിറ്റ് വന്നു എന്നുള്ളതും കാണിക്കും. ഇനി ഡേറ്റ് വൈസ് ആയിട്ട് നമുക്ക് 16 മുതൽ 24 വരെയുള്ള എത്ര ഡെപ്പോസിറ്റ് നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും നമുക്കിവിടെ കിട്ടും. ഫുള്ളായിട്ട് ഒരു അഡ്മിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു എന്റർപ്രണർക്ക് ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അത് ഇവിടുന്ന് നമുക്ക് ഷീറ്റായിട്ട് പ്രിന്റ് എടുക്കാനുള്ള സംവിധാനമുണ്ട്, എക്സ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം ഡേറ്റിൽ ബാങ്കിലേക്ക് എത്ര പൈസ ഡെപ്പോസിറ്റ് പോയി എന്നുള്ളത് നമുക്ക് കാണാം. UPI വഴി എത്ര എമൗണ്ട് ബാങ്കിലേക്ക് പോയി എന്നുള്ളതും നമുക്കിവിടെ റിപ്പോർട്ടായിട്ട് കാണാൻ പറ്റും. ഇനി വരുന്നതാണ് ഡിനോമിനേഷൻ റിപ്പോർട്ട്. ഓരോ ദിവസവും സബ്മിറ്റ് ചെയ്ത ഡിനോമിനേഷൻസ് എത്രയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഡേറ്റ് വൈസ് ആയിട്ട് ഇപ്പോൾ 17 മുതൽ ഞാനിപ്പോൾ ഒരു കറണ്ട് ഡേറ്റ് വരെ എടുക്കുകയാണ്. അപ്പോൾ എത്ര ഡിനോമിനേഷൻ സബ്മിറ്റ് ചെയ്തത് ഓരോ ദിവസത്തതും നമുക്കിവിടെ കാണാൻ പറ്റും. ആ ദിവസം മുതൽ ഈ ദിവസം വരെ ഡിനോമിനേഷൻ എത്രയാണ്, 500 നോട്ട് എത്ര സബ്മിറ്റ് ചെയ്തു, ഇതൊക്കെ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു എന്റർപ്രണർക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ സ്റ്റാഫ് പെർഫോമൻസ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അതിൽ മന്ത്ലി വൈസ് ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി വൈസ് ആയിട്ടും നമുക്ക് സ്റ്റാഫ് പെർഫോമൻസ് കാണാനുള്ള ഓപ്ഷനാണ്. നമുക്ക് സ്റ്റാഫിന്റെ പെർഫോമൻസ് കാണാം. ഇപ്പോൾ 17 മുതൽ അല്ലെങ്കിൽ 17 മുതൽ നമ്മുടെ ഈ ഒരു 24 വരെ ഒരു സ്റ്റാഫിന്റെ പേരെടുത്തു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലൊരു പേരെടുത്തു, അവരുടെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാഫ് ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇത്രയും ദിവസങ്ങളിൽ അവർ എത്ര സർവീസ് ചാർജ് കളക്ട് ചെയ്തു എന്നുള്ള ലിസ്റ്റ് ഇവിടെ കിട്ടും. ഇപ്പൊ പല കേന്ദ്രങ്ങളിലും, പല അക്ഷയ കേന്ദ്രങ്ങളും CSC കേന്ദ്രങ്ങളിലും ഈ സർവീസ് ചാർജിനെ ബേസ് ചെയ്തിട്ട് കസ്റ്റമർക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതിന്റെ ഒരു 10% 20% ആയിട്ട് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെന്ററുകൾക്ക് ഇത് വളരെ സൗകര്യപ്രദമാണ്. കമ്മീഷൻ അനലൈസ് ചെയ്യാൻ പറ്റും. അവർ ചെയ്ത വർക്കിന്റെ അടിസ്ഥാനത്തിൽ, പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷനും ബോണസും ഒക്കെ കൊടുക്കാൻ പറ്റും. ഇനി സ്റ്റാഫ് സമ്മറി നമ്മൾ നേരത്തെ കണ്ട പോലെ മന്ത്ലി വൈസ് ആയിട്ട്, അതായത് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇയറിൽ അല്ലെങ്കിൽ 6 മാസത്തിൽ അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരു സ്റ്റാഫ് എത്ര വർക്ക് ചെയ്തു എന്നുള്ളത് കണ്ടെത്താനുള്ള സംവിധാനമാണ് ഇവിടെ. അതിൽ ഹയസ്റ്റ് പെർഫോമർ ആരാന്നും ഹയസ്റ്റ് സർവീസ് കോഡ് പെർഫോമർ ആരാന്നും നമുക്ക് കാണാം. പല സെന്ററുകളിലും ഹയസ്റ്റ് പെർഫോമേഴ്സ് 3 മാസത്തിനുള്ളിൽ നല്ല സർവീസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റിവാർഡായിട്ട് ഒരു എമൗണ്ട് ഒക്കെ കൊടുക്കാറുണ്ട്, അവരുടെ ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റാർ പെർഫോമറെ കണ്ടെത്താനും ഒക്കെ നമുക്ക് ഇത് വഴി കഴിയും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് ഇപ്പം ഓഗസ്റ്റ് 1 മുതൽ ഇന്നത്തെ ദിവസം വരെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് സർവീസ് ചെയ്ത ആളും, ഇപ്പോൾ ഡേറ്റ് ആഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 24 വരെ നമുക്ക് ഫുൾ ലിസ്റ്റ് കിട്ടി. അപ്പോൾ അതിൽ ഏറ്റവും മികച്ച സർവീസ് ചെയ്ത ആള് ലിസ്റ്റ് ഇവിടെ കിട്ടും. 43,141 രൂപ ഈ ഒരു സ്റ്റാഫ് ഈ ഒരു കാലയളവിൽ നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇവർ 39,000. അതിൽ വളരെ മോശമായിട്ട് സർവീസ് ചെയ്ത 2 പേരാണ് ഈ താഴെയുള്ള ലിസ്റ്റിൽ കാണുന്നത്. വളരെ മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല, നാരോ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് അവരെ കണ്ടെത്തി അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യിപ്പിക്കാനും നമുക്ക് ഇതിലൂടെ കഴിയും. ഇനി അടുത്തത് ഇൻകം എൻട്രിയും എക്സ്പെൻസ് എൻട്രിയാണ്. അതായത് ഇപ്പം നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പ്രകാരം സ്റ്റാഫുകൾക്ക് അതാത് ദിവസങ്ങളിലെ എൻട്രി മാത്രമേ ചെയ്യാൻ പറ്റൂ.
ഈ ഒരു സോഫ്റ്റ്വെയർ അഡ്മിൻ ലെവലിൽ നിങ്ങൾക്ക് ഏത് ദിവസത്തേലേക്കും വേണമെങ്കിൽ എൻട്രി ചെയ്യാൻ പറ്റും. അതായത് ഏതെങ്കിലും എൻട്രി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡേറ്റിലേക്ക് വേണമെങ്കിലും ഇൻകമും എക്സ്പെൻസും എൻട്രി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്റ്റാഫുകൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഈ അഡ്മിൻ ലോഗിനിലൂടെ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇത്രയൊക്കെയാണ് അഡ്മിൻ ലോഗിനിൽ ഉള്ള പവറുകൾ. ഈ പവറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടോട്ടൽ അക്കൗണ്ട്സിലും സെന്ററിന്റെ വരുമാനം മാനേജ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. മാനേജ് മെനുവിൽ മറ്റ് പല ഓപ്ഷൻസും കൂടി ഉണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റാഫ് മെനുവിലേക്ക് പോവാം. നമ്മൾ ആദ്യം ഈ സ്റ്റാഫിനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലേ സ്റ്റാഫുകളുടെ നെയിം ഒക്കെ ഇതിനകത്ത് വരുള്ളൂ. അപ്പൊ രജിസ്റ്റർ സ്റ്റാഫ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ആദ്യം നമ്മൾ സ്റ്റാഫിനെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ആഡ് ആഡ് ന്യൂ ഓപ്ഷൻ കൊടുക്കുക. വരുന്ന സ്റ്റാഫിന്റെ പേര്, അവരുടെ മെയിൽ ഐ ഡി, അവർക്കൊരു പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ്, അവരുടെ മൊബൈൽ നമ്പർ, ആ പാസ്വേഡ് വെച്ചിട്ടാണ് ഇവർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അപ്പൊ അതിനായിട്ട് വരുന്ന ദിവസം സ്റ്റാഫ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ അറ്റൻഡൻസ് മാർക്ക് എന്നുള്ളത്. അപ്പൊ അവർ രാവിലെ വന്നു കഴിഞ്ഞാൽ അവരുടെ പേര് സെലക്ട് ചെയ്യുന്നു, അവരുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു, എംപ്ലോയി ലോഗിൻ ചെയ്യുമ്പോൾ അവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു. ഈ അറ്റൻഡൻസ് ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരു സ്റ്റാഫ് എത്ര ദിവസം വന്നു, വന്ന സമയം, പോയ സമയം ഒക്കെ. അതായത് ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ഇവർ ലോഗ് ഔട്ട് ചെയ്യുകയും വേണം. ഇതാണ് ആ പ്രൊസീജിയർ. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവർ വന്ന ദിവസം പോയ ടൈമും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അതിനായിട്ട് വ്യൂ അറ്റൻഡൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂ അറ്റൻഡൻസിൽ പോയിട്ട് അതാത് സ്റ്റാഫുകൾ, ഇപ്പൊ നമ്മൾ സ്റ്റാഫിന്റെ പേര് സെലക്ട് ചെയ്യുന്നു. ഒരാൾ സ്റ്റാഫിന്റെ പേര് സെലക്ട് ചെയ്തു. 1 മുതൽ 14 വരെ 24 വരെ അവരെത്ര ദിവസം വന്നു എന്നുള്ളത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇത്രയും ദിവസം അവർ വന്നു, അവർ ലോഗിൻ ചെയ്ത ടൈം, ലോഗ് ഔട്ട് ചെയ്ത സമയം. ഇപ്പോൾ 9:45 വന്നു, അവർ പോയ സമയം 16:58. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ 17 ദിവസത്തെ അറ്റൻഡൻസ് ഈ ഒരു ആൾക്ക് ഇവിടെയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് എക്സൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു സ്റ്റാഫ് എത്ര ദിവസം വന്നു എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അതിനനുസരിച്ച് ഇവർക്ക് സാലറി, ഡെയിലി വേജസ് ആയിട്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, സാലറി സെറ്റ് ചെയ്യാനും പറ്റും. ഇനി സ്റ്റാഫിൽ തന്നെ നമുക്ക് ഇനാക്റ്റീവ് ആക്കാനും, സ്റ്റാഫ് വന്നു അവരെ പോകുകയാണെങ്കിൽ, അവരിപ്പം നമ്മുടെ ജോലി ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അവരെ ഇനാക്റ്റീവ് ആക്കാനും ആക്റ്റീവ് ആക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇനാക്റ്റീവ് ആക്കണമെങ്കിൽ, ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാഫുകളെ ഇനാക്റ്റീവ് ആക്കണമെങ്കിലും ഒക്കെ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇനാക്റ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മുടെ അക്കൗണ്ട്സ് ലിസ്റ്റിലൊന്നും അവരെ കാണില്ല. പിന്നെ പുതിയ ആളുകളെ നമ്മൾ ഇനാക്റ്റീവ് ആക്കണമെങ്കിലൊക്കെ ഉള്ള ഓപ്ഷൻസ്, ആഡ് ന്യൂ, പുതിയ ആളുകളെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാഫുകളെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മെനുവിൽ ആക്റ്റീവ് സ്റ്റാഫിനെയും ഇനാക്റ്റീവ് സ്റ്റാഫിനെയും നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആക്റ്റീവ് സ്റ്റാഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാഫുകൾ എത്ര പേരാണ്, ഇനാക്റ്റീവ് ചെയ്തിരിക്കുന്ന സ്റ്റാഫുകളുടെ ലിസ്റ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരുണ്ടോ അവരൊക്കെ ഇനാക്റ്റീവ്, അവർ വന്ന് പോയ ആളുകളാണ്. അപ്പോൾ അവരുടെ ലിസ്റ്റ് നമുക്കിവിടെ കിട്ടും. പിന്നെ അതിന്റെ റിപ്പോർട്ട്, പെർഫോമൻസ് റിപ്പോർട്ട്, കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംവിധാനമാണ്. അപ്പോൾ സ്റ്റാഫിനെ മാനേജ് ചെയ്യാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റാഫ് പെർഫോമൻസും നമുക്കിവിടെ നേരത്തെ കണ്ടതുപോലെയുള്ള അവർക്ക് സ്റ്റാഫിന്റെ പെർഫോമൻസ് കാണാനുള്ള ഓപ്ഷൻസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് വൈസ് ആയിട്ട് ഉണ്ടാവില്ല, അവർക്ക് ഒരു സിംഗിൾ ഡേറ്റ് ആയിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ആ രീതിയിലാണ് സ്റ്റാഫിൻ്റെത്. പിന്നെ നമ്മൾ അടുത്ത ഒരു ഓപ്ഷനിലേക്കാണ് പോകുന്നത്, വിർച്വൽ ക്യൂ. ഇപ്പൊ നമ്മൾ ഇത് അക്ഷയയുടെ ലോഗിൻ ആയതുകൊണ്ട് ഇവിടെ രണ്ട് വിർച്വൽ ക്യൂ ഓപ്ഷൻ കാണാം. ഒന്ന് സർവീസ് ടോക്കൺ ബുക്കിങ്ങും ആധാർ ടോക്കൺ ബുക്കിംഗ്. ഇത് അക്ഷയയുടെ അല്ലാത്ത ലോഗിനിൽ ആധാർ ടോക്കൺ ബുക്കിംഗ് ഉണ്ടാവില്ല, സർവീസ് ടോക്കൺ ബുക്കിംഗ് ഉണ്ടാവും. ഇപ്പൊ നോർമലി നമ്മുടെ സെന്ററിലെ ക്യൂ മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. ടോക്കൺ കൊടുക്കുക, വരുന്ന കസ്റ്റമർക്ക് ടോക്കൺ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അപ്പൊ ഇത് സർവീസ് ടോക്കൺ ആണ് ഇപ്പൊ നമ്മൾ എടുത്തിരുന്നത്, സർവീസ് ടോക്കൺ ബുക്കിംഗ്. അപ്പൊ ഇന്ന് സെന്ററിൽ വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് സെന്ററിൽ വന്നിരിക്കുന്ന 27 പേരാണ്. 27 ടോക്കൺ നമ്മൾ ഇന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ടോക്കണിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് ചെയ്യാം. ഒരു കസ്റ്റമർ വന്നു, അപ്പൊ അയാൾ എന്ത് സർവീസിനാണ് പിന്നെ വരുന്നത് എന്നുള്ളത് ആദ്യം നോക്കുക. അപ്പൊ അയാളൊരു BSc നഴ്സിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാനാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേര്, ഫോൺ നമ്പർ, റിമാർക്ക് അടിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അയാൾക്കുള്ള ടോക്കൺ 28 എന്ന് പറഞ്ഞു വരും. അപ്പൊ അയാൾക്ക് ഒരു ചെറിയ പേപ്പറിൽ നമ്മൾ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ ടോക്കണുമായിട്ട് അവിടെ ഇരുന്നോളൂ. നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് വിളിക്കും. ഇനി ടോക്കൺ കോൾ ചെയ്യുന്ന മെഷീൻ ഉണ്ടെങ്കിൽ വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് ആ ടോക്കൺ കോൾ ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടും അത് ചെയ്യാം. ഇനി സർവീസ് ടോക്കൺ അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ടോക്കൺ കൊടുത്തിട്ടേ ഉള്ളൂ. ടോക്കൺ കൊടുത്ത ആളുകളെ ടോക്കൺ അടിസ്ഥാനത്തിൽ വിളിക്കുന്ന സമയത്ത്
ഈ കസ്റ്റമർ നമ്മളെ മുന്നിൽ ഇപ്പോൾ ടോക്കൺ നമ്പർ 1 എന്ന് വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുകളിൽ കാണാത്തത്. അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ അസൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അസൈൻ ചെയ്യുക. അസൈൻ ചെയ്യുന്നത് ഏത് സ്റ്റാഫ് ആണെന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ടിൽ പോയിട്ട് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ നമുക്ക് ഇൻവോയ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇൻവോയ്സ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അക്കൗണ്ടിലേക്ക് ആഡ് ആവുന്നതാണ്. നിങ്ങൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അക്കൗണ്ടിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇൻവോയ്സിലേക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ സർവീസ് ടോക്കൺ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഇനി ഇവരുടെ പേയ്മെന്റ് അടയ്ക്കണം. പേയ്മെന്റ് അടയ്ക്കണമെങ്കിൽ ഇൻവോയ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അയാൾ എന്ത് സർവീസിനാണോ വന്നത് അയാളുടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു. പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഫീസും സർവീസ് ചാർജും മാത്രം എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. എളുപ്പത്തിൽ നമുക്കത് അക്കൗണ്ട്സിലേക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ സർവീസ് ടോക്കൺ വന്ന ആളുകളെ നമുക്ക് ഈസി ആയിട്ട് അക്കൗണ്ട്സിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന സംവിധാനം. ഇനി വന്ന കസ്റ്റമർ, ചില കസ്റ്റമേഴ്സ് ഒക്കെ പറയും ഞാൻ 4-5 പ്രാവശ്യം ഇവിടെ വരുന്നു എന്നൊക്കെ ഉള്ളത് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ കസ്റ്റമേഴ്സ് എത്ര പ്രാവശ്യം ഇവിടെ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഫോൺ നമ്പർ ബേസ് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്യാം. കസ്റ്റമറുടെ പേരും ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു. ഈ കസ്റ്റമർ ഹർഷ വിഷ്ണു എന്നൊരു കസ്റ്റമർ ഇവിടെ വന്നിട്ട് 29/9/2024 അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തിട്ട് എടുക്കാം. ഇനി പേര് അബ്ദുൾ എന്നുള്ള പേരിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ അബ്ദുൾ എന്ന് തുടങ്ങുന്ന പേരിലുള്ള എത്ര ആളുണ്ടോ അവരുടെയൊക്കെ ടോക്കൺ നമ്പറും കിട്ടും, വന്ന ഡേറ്റും കിട്ടും, ടൈമും കിട്ടും, രജിസ്റ്റർ ചെയ്ത ടൈമും കാര്യങ്ങളും, എന്ത് കാര്യത്തിനാണ് വന്നത്, ഇഷ്യൂസ് എന്തായിരുന്നു, റിമാർക്കിൽ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സർവീസ് ടോക്കൺ. ഇതേപോലെ തന്നെയാണ് ആധാറിന് വരുന്ന ആളുകളുടെ ആധാർ ടോക്കൺ ബുക്കിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. സെയിം പ്രൊസീജിയർ തന്നെയാണ്. അവിടെ ആധാർ എൻറോൾമെന്റിനാണ് അവരുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇതുപോലുള്ള പേരും കാര്യങ്ങളും വരും. ആധാർ എൻറോൾമെന്റ് അതും നേരത്തെ പറഞ്ഞതുപോലെ ആധാർ ടോക്കൺ അസൈനിൽ പോയി കഴിഞ്ഞാൽ അവർ നേരെ അക്കൗണ്ട്സിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ആധാർ ടോക്കൺ അസൈൻ ചെയ്യാത്ത ആളാണ്. ഇയാളുടെ ടോക്കൺ ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഈ അസൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെൻഡിങ് എന്നുള്ളത് മാറ്റി അക്സെപ്റ്റഡ് ആക്കുക. ഓപ്പറേറ്ററുടെ പേര് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആരാണോ ഓപ്പറേറ്റർ അവരുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ആ കസ്റ്റമർ ഇന്ന സ്റ്റാഫിന്റെ കീഴിലായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം, സർവീസ് കഴിഞ്ഞതിന് ശേഷം ഇൻവോയ്സ് നേരെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇൻവോയ്സ് കൊടുക്കാനുള്ള സംവിധാനം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പേരും കാര്യങ്ങളൊക്കെ അവിടെ വരും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ടോക്കൺ സിസ്റ്റം നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. പിന്നെ ഡെയിലി വൈസ് ആയിട്ട് നിങ്ങൾക്ക് ടോക്കൺ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കസ്റ്റമർക്ക്. 20-ാം തീയതി എത്ര ടോക്കൺ കൊടുത്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 20-ാം തീയതിത്തെ ആധാറിന്റെ ടോക്കണിന്റെ ലിസ്റ്റാണ് ഇവിടെ വരുന്നത്. റിജക്റ്റഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ കാണിക്കും. അപ്പൊ 20-ാം തീയതി 21 പേരാണ് ആധാർ എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു റിപ്പോർട്ട് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഒരു സെന്ററിൽ എൻക്വയറിക്കായിട്ട് ആരെങ്കിലും വരുന്നത് ഒരു പ്രശ്നമാണ് എന്നും. ചിലപ്പോൾ ആ സർവീസ് ഇപ്പൊ ഉണ്ടാവില്ല. പിന്നെ ആയിരിക്കും നമ്മൾ ആ സർവീസ് വരുന്ന സമയത്ത് ഇവരെ അറിയിക്കാനുള്ള ഒരു സംവിധാനം. അതായത് എൻക്വയറി ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കാൻ. അപ്പോൾ വരുന്ന ആളുകളുടെ പേരും പർപ്പസ്, എന്ത് ആവശ്യത്തിനാണോ വന്നത്, ഫോൺ നമ്പറും സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ താഴെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിലേക്ക് വരും. പിന്നെ ഈ കസ്റ്റമേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എഡിറ്റിൽ പോയിട്ട് അവർക്ക് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തിട്ട് നേരെ നമ്മളെ സർവീസ് പ്രോസസ്ഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം എൻക്വയറി നമുക്ക് ഒരിക്കലും മിസ്സാവുന്നില്ല. വരുന്ന ആളുകളുടെ എൻക്വയറി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്, അവരുടെ വിത്ത് ഫോൺ നമ്പർ അടക്കം. അതേപോലെ തന്നെ ജനറൽ എൻട്രി, ജനറൽ സർവീസിനായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് അഡ്വാൻസ് എമൗണ്ട് നമ്മൾ വാങ്ങി വെക്കുന്ന കുറെ കേസുകൾ ഉണ്ടാവും. ചില സർവീസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈറ്റ് കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ ഫോമോ കാര്യങ്ങളോ ഒക്കെ വാങ്ങി വെക്കും. അങ്ങനെയുള്ള കേസിൽ അവരുടെ അടുത്ത് നിന്ന് ഫോം കളക്ട് ചെയ്യുക. ഫോം വാങ്ങി വെച്ചതിന് ശേഷം ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഫീസും അതുപോലത്തെ സർവീസ് ചാർജും അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്തിട്ട് സ്റ്റാഫിന്റെ പേര് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ഒക്കെ ഓക്കെ ആവുന്ന സമയത്ത് ഈ ഒരു സർവീസ് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓൺലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം കസ്റ്റമറെ വിളിച്ച് പറയാനുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു ജനറൽ എന്നുള്ളത്. അത് മാത്രമല്ല പല അക്ഷയ സെന്ററുകളിൽ, ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ഒരു പ്രശ്നമാണ് ഈ ഫോമും കാര്യങ്ങളൊക്കെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് വാങ്ങി വെക്കും. പിന്നെ ആരാണ് വാങ്ങി വെച്ചതോ എന്താണെന്നുള്ളതോ യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ഇതിൽ കൃത്യമായിട്ട് പേരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പേയിങ് ഡേറ്റ്, ടൈം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ
മറ്റൊരു ഇൻഷുറൻസ് സെന്റർ. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്ന സെന്ററുകൾക്ക് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളുടെ പേരും ഡീറ്റെയിൽസും ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് പോളിസിയുടെ റിന്യൂവൽ ഡേറ്റും കാര്യങ്ങളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ റിന്യൂവൽ ടൈം ആവുന്നതിന്റെ മുന്നേ ആ കസ്റ്റമറെ വിളിച്ച് നിങ്ങളുടെ പോളിസി റിന്യൂ ചെയ്യാനായിട്ടുണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു സേവിങ്ങിനുള്ള ഒരു ഓപ്ഷൻ. അതേപോലെ തന്നെ കിയോസ്ക് എൻട്രി, ഇത് ബാങ്കിങ് കിയോസ്ക് ചെയ്യുന്ന കസ്റ്റമർക്കുള്ളതാണ്. അതായത് BC പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അവിടുന്ന് അക്കൗണ്ട് എടുക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് വെക്കാനും ഇനി ഫ്യൂച്ചറിൽ റെഫറൻസിന് വേണ്ടി അവരെ വിളിക്കാനും വേണ്ടിയുള്ള സംവിധാനം. പിന്നെ ബിൽസ് എൻട്രി, ബില്ല് കൊടുക്കുവാൻ വേണ്ടി. ഇപ്പൊ സപ്പോസ് KCB ബില്ല് അടയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കും BSNL ഫോൺ ബില്ലൊക്കെ അടയ്ക്കാനൊക്കെ ആയിട്ട് ആളുകൾ വരും. അപ്പോൾ സപ്പോസ് KCB സൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈറ്റ് എറർ കാരണം നമുക്കത് ബില്ല് അടച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ടെമ്പററി ആയിട്ട് ഇവർക്ക് റെസീറ്റ് കൊടുക്കുവാനും ഈ ഒരു ബില്ല് ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് അടയ്ക്കാനും ഉള്ളൊരു സംവിധാനമാണിത്. ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ BSNL മൊബൈൽ ബില്ല് എന്നുള്ളൊരു സബ്മിഷൻ ഇവിടെ കാണാം. അതേപോലെ നമ്മളത് ക്യാഷ് വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സൈറ്റ് റെഡി ആയി കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം. അത് BSNL അത് ബില്ലിന്റെ പേയ്മെന്റിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ സേവനങ്ങൾ ഈ എല്ലാ സെന്റേഴ്സിനും അവൈലബിൾ ആണ്. അക്ഷയ സെന്റേഴ്സിന് മാത്രമല്ല എല്ലാ സെന്റേഴ്സിനും അവൈലബിൾ ആണ്. അതിൽ ആധാറിന്റെ വിർച്വൽ ക്യൂ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സെന്ററുകൾക്കും അവൈലബിൾ ആണ്. ഇനി അക്ഷയക്കായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഡിസ്ട്രിക്ട് വെബ് ലിങ്ക്സ്, കുറെ വെബ് ലിങ്ക്സ് ഉണ്ട്. വെബ്സൈറ്റിന്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ കുറെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സൈറ്റിലേക്ക് പോയിട്ട് ലിങ്ക് എടുക്കാനുള്ള സംവിധാനം. പിന്നെ വരുന്നത് ഡിസ്ട്രിക്റ്റിന് ബില്ല് കൊടുക്കാനുള്ള ഒരു സംവിധാനം. അതായത് വില്ലേജ് സർട്ടിഫിക്കറ്റുകൾക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ബില്ല് കൊടുക്കാം. കസ്റ്റമറുടെ പേര്, കസ്റ്റമറുടെ ഫോണ്, അപ്ലിക്കേഷൻ എത്രയുണ്ട് നോക്കുക, അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ, അപ്ലിക്കേഷൻ നമ്പർ, ഡിപ്പാർട്ട്മെന്റ് ഫീസ്, അക്ഷയക്കുള്ള ഡിഫാൾട്ട് ചാർജ് ഇവിടെ വന്നിട്ടുണ്ടാവും. സെന്ററിന്റെ സർവീസ് ചാർജ് എത്രയാണോ നമ്മൾ വാങ്ങിക്കുന്നത് അത് ഡിഫാൾട്ട് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി സ്കാനിങ് കൗണ്ട്, സ്കാനിങ് എത്ര എണ്ണം ഉണ്ടെന്നുള്ള എൻ്റർ ചെയ്യുക, പ്രിന്റിംഗിന് എത്ര ഉള്ളത് കൊടുക്കുക, സ്റ്റാറ്റസ് എൻക്വയറി ഉണ്ടോ നോക്കുക, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കുക, പിന്നെ സ്റ്റാഫിന്റെ പേര് സെലക്ട് ചെയ്യുക, പിന്നെ UPI ആയിട്ടാണോ ക്യാഷ് ആയിട്ടാണോ അവർ പേയ്മെന്റ് അടച്ചതെന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ബില്ല് ജനറേറ്റ് ചെയ്യും. ആ ബില്ല് കറക്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിട്ടുള്ള ബില്ലാണ് വരിക. ആ ബില്ല് നിങ്ങൾ കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാനോ വാട്സപ്പ് അയച്ചു കൊടുക്കാനോ ഉള്ള പ്രൊവിഷൻ ആയിട്ട് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഈസി ആയിട്ട് ഡിസ്ട്രിക്റ്റിന്റെ ബില്ല് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. പിന്നെ പ്രവാസി ക്ഷേമനിധിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രമുള്ളതാണ്. പ്രവാസി ക്ഷേമനിധിയിലെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് അടയ്ക്കുക, അവർ പേയ്മെന്റ് അടയ്ക്കാനായി കഴിഞ്ഞാൽ മാസത്തോറും അവരെ കോൺടാക്ട് ചെയ്ത് പേയ്മെന്റ് കൃത്യമായിട്ട് അടപ്പിക്കുക. അതിനുവേണ്ടി ഒരു ഡാറ്റ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സംവിധാനമാണ്. ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഡാറ്റയും ഒന്നും അവരുടെ സേവ് ചെയ്യുന്നില്ല. പേരും ഫോൺ നമ്പറും മാത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. കാരണം അവരെ കോൺടാക്ട് ചെയ്തെടുക്കുക. കാരണം നമുക്ക് അല്ലാതെ മറ്റൊരു കസ്റ്റമറുടെ ഡാറ്റ നമ്മളുടെ ഒരു പോർട്ടലിൽ പോലും സേവ് ചെയ്ത് വെക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പേരും ഫോൺ നമ്പറും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ആധാറോ KYCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യങ്ങളോ നമ്മളൊരു പോർട്ടലിലും ഗവൺമെന്റ് റൂൾസ് പ്രകാരം നമുക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് അത് ചെയ്യാനും പാടില്ല. കൺസ്യൂമർ നമ്പർ സേവ് ചെയ്യാം നമുക്ക്, അതുപോലെ തന്നെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ് ആണെങ്കിൽ അതും, അത് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ സേവ് ചെയ്ത് വെക്കാനുള്ള സംവിധാനം ആണ് ഇതിൽ ഉള്ളത്. പിന്നെ അതിൽ അക്ഷയയിൽ തന്നെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്, പിന്നെ കസ്റ്റമർ റോള്, കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെയാണ്. ഈ ആധാർ ബുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ ടെമ്പററി ആയിട്ട് ആധാർ ബുക്കിംഗ് അവൈലബിൾ അല്ല. കാരണം അതിന് പകരം നിങ്ങൾക്ക് വെർച്വൽ ക്യൂ എന്നുള്ള സംവിധാനം വന്നിരിക്കുന്നത്. കസ്റ്റമർ റോളും പിന്നെ അവൈലബിൾ അല്ല. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വെർച്വൽ ക്യൂ എന്നുള്ള സോഫ്റ്റ്വെയർ വേർഷൻ 4ലേക്ക് വന്നപ്പോൾ വെർച്വൽ ക്യൂവിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ ക്യൂ സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയാണ് അക്ഷയക്കുള്ള സേവനങ്ങൾ. സ്റ്റാഫിന്റെ മെനു ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നമ്മൾ വരുന്നത് ഇതിലെ യൂട്ടിലിറ്റി എന്നുള്ള സംവിധാനമാണ്. യൂട്ടിലിറ്റി എന്നുള്ള സംവിധാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വാലറ്റിലെ എമൗണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന സർവീസുകളും കാര്യങ്ങളും ഒക്കെയാണ്. KCB ബില്ല് പേയ്മെന്റ് ചെയ്യാൻ, KCBന്റെ ഇത് എല്ലാവർക്കും കിട്ടുന്ന സേവനമാണ്, അക്ഷയക്ക് മാത്രമുള്ള സേവനങ്ങളല്ല. അത് റീചാർജ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് KCB ബില്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാം. അപ്പോൾ ഇതാണ് KCB ബില്ലിന്റെ പേയ്മെന്റ് അടയ്ക്കാനുള്ള സംവിധാനം. ഇതിൽ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക, ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യുക, എമൗണ്ട് എത്രയാണെന്ന് കൊടുക്കുക, സ്റ്റാഫിന്റെ പേര് ഇവിടെ കൊടുക്കുക. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് അക്കൗണ്ട്സിലേക്ക് ആഡ് ആയിക്കോളും. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ അക്കൗണ്ട്സിൽ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിൽ റീചാർജസിന് വേണ്ടിയിട്ട്, മൊബൈൽ റീചാർജസിന് വേണ്ടിയിട്ട് രണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. ഒന്ന് V4ഉം ഒന്ന് V3യും.
സപ്പോസ് V4 ഡൗൺ ആണെങ്കിൽ നിങ്ങൾക്ക് V3 ഉപയോഗിക്കാം, V3 ഡൗൺ ആണെങ്കിൽ V4 ഉപയോഗിക്കാം. അപ്പോൾ V4 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മൊബൈൽ DTH ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീചാർജ് ചെയ്യാൻ നല്ല മികച്ച കമ്മീഷനോട് കൂടി ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് മറ്റൊരു പോർട്ടലിലും കിട്ടാത്ത അത്രയും കമ്മീഷനാണ് നമ്മുടെ പോർട്ടലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ പേയ്മെന്റ് അടച്ചതിന്റെ റിപ്പോർട്ട്സ് കാണണമെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട്സും കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ ആ രീതിയിൽ റീചാർജ് V4 നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതാണ് V3, ഇതാണ് വരുന്നത്. അതിൽ ഫോൺ റീചാർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാം. ലാൻഡ് ഫോൺ ബിൽ അടയ്ക്കാം, മൊബൈലിന്റെ ഓഫർ കണ്ടുപിടിക്കാം, KCB ബിൽ പേയ്മെന്റ് അടയ്ക്കാം. ഇതൊക്കെ V3 വരുന്നതാണ്. അപ്പൊ രണ്ട് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബില്ലുകൾ, യൂട്ടിലിറ്റി ബില്ലുകൾ പേയ്മെന്റ് അടയ്ക്കാം. പിന്നെ DMTയും മണി ട്രാൻസ്ഫറും ആണ്. ഇത് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിരുന്നു. സെപ്പറേറ്റ് ആയിട്ട് ഒരു പോർട്ടലിലേക്കാണ് പോവുക. അപ്പോൾ ആ പോർട്ടലിന്റെ യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നെക്സസ് ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങൾക്ക് നൽകും. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു DMT കാര്യങ്ങളും മണി ട്രാൻസ്ഫർ ചെയ്യാം. മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും മികച്ച കമ്മീഷനാണ് DMTന്റെ കേസിലും അതുപോലെ മിനി ATMന്റെ കേസിലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മിനി ATM നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഡിവൈസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് മിനി ATM ചെയ്യാൻ പറ്റുള്ളൂ. അത് ആൻഡ്രോയിഡ് ടൈപ്പ് ഡിവൈസ് WPS ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ ATM ടൈപ്പ് ഉണ്ട്, പിന്നെ വലിയ ATM ഉണ്ട്. വലിയ ATM എന്ന് പറയും, സ്മാർട്ട് ATM എന്ന് പറയും. അപ്പോൾ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ ഈ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നെക്സസിന്റെ ഈ സോഫ്റ്റ്വെയർ വഴിയാണ്. ഇൻസ്റ്റ ATM സോഫ്റ്റ്വെയർ വഴിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ലോഗിൻ ആവശ്യമുള്ള DMT ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ അത്രയൊക്കെയാണ് യൂട്ടിലിറ്റിയിൽ വരുന്നത്. പിന്നെ ഇൻഷുറൻസ് ബ്രോക്കിങ്ങിന് നമ്മൾ പോർട്ടൽ നൽകുന്നുണ്ട്. അപ്പൊ അതിന്റെയും ലോഗിൻ സെപ്പറേറ്റ് ആണ്. അതിന്റെ ലോഗിൻ ആവശ്യമുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ലോഗിനും തരും. അത് നല്ല മികച്ചൊരു കമ്മീഷനും മന്ത്ലി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ രീതിയിലാണ് ഇതിന്റെ ട്രെയിനിങ് വീഡിയോസ് ഒക്കെ രണ്ടിനും ഇവിടെ ഉണ്ട്. അതുപോലെ DMT ട്രെയിനിങ്ങിനുള്ള വീഡിയോസ് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബ്രോക്കിങ്ങിന്റെ ലോഗിൻ ID പാസ്വേഡ് കിട്ടാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഇവിടെ ഉണ്ട്. അതിൽ കൂടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാക്ക് എൻഡിൽ നിന്നും ഇതിന്റെ ആക്ടിവേഷൻ പ്രോസസ്സ് ചെയ്തോളും. നിങ്ങൾക്ക് ലോഗിൻ ഐഡിയും പാസ്വേഡ് ലഭിക്കുന്നതാണ്. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറും ഇതുപോലെ തന്നെ സൈനക്സും കാപ്രിക്കോണും ഒക്കെ ആയിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. സൈനക്സും കാപ്രിക്കോണും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ലോഗിൻ ID സെപ്പറേറ്റ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് ലോഗിൻ ID ആവശ്യമുള്ളവർ നെക്സസിന്റെ ടെക്നിക്കൽ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. സെപ്പറേറ്റ് ലോഗിൻ നൽകുന്നതാണ്. അതുപോലെ കാപ്രിക്കോൺ ആയാലും പിന്നെ ടോക്കൺ ഓർഡർ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാപ്രിക്കോണിന്റെ ടോക്കൺ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് നിങ്ങളുടെ വാലറ്റിൽ നിന്നാണ് അതിന്റെ എമൗണ്ട് പോകുക. അതായത് DSC കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടോക്കൺ വേണം. ഈ ടോക്കൺ നിങ്ങൾ ഓർഡർ ചെയ്യണം. അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈറ്റിലുണ്ട്, അത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വിത്ത് 2 days കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടോക്കൺ നിങ്ങളുടെ സെന്ററിൽ എത്തും. പിന്നെ പാൻ കാർഡ് ഓഫ്ലൈൻ സിസ്റ്റം ആണ് ഇതിലുള്ളത്. ഓൺലൈൻ സിസ്റ്റം വേറെ ഉണ്ട്. ഓൺലൈൻ സിസ്റ്റം ഇപ്പോൾ കറന്റ് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ പ്രകാരം ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. NSDL UTIയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതാണ് UTIയുടെ ലോഗിൻ വരുന്നത്. ഇതിന്റെ ലോഗിൻ ID പാസ്വേഡ് ഞങ്ങൾ പഴയ എന്റർപ്രണേഴ്സിന് നൽകിയിട്ടുണ്ട്. അവർക്ക് ഈ ലോഗിൻ ID വെച്ചിട്ട് ചെയ്യാം. NSDLന്റേതാണെന്നുണ്ടെങ്കിൽ NSDL വഴി അതിന്റെ ലോഗിൻ ID പാസ്വേഡ് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ പുതുതായിട്ട് NSDLും UTIയും ലോഗിൻ ID പാസ്വേഡ് നൽകുന്നില്ല. ഇതാണ് NSDLന്റെ ലോഗിൻ. അപ്പൊ പാസ്വേഡ് കിട്ടിയ ആളുകൾക്ക് ചെയ്യാം. പുതുതായിട്ടുള്ളത് ഇപ്പൊ കറന്റ്ലി സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ്. അത് റീആക്ടിവേറ്റ് ചെയ്യുന്നിടത്തോളം നിങ്ങൾക്ക് ലോഗിൻ തരാൻ പറ്റും. പാനിൽ തന്നെ ഓഫ്ലൈൻ ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിൽ നിങ്ങൾക്ക് NSDLന്റെ പാനും UTIയുടെ പാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. അപ്പൊ NSDL പാനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ NSDL ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ന്യൂ എന്ന് കൊടുക്കുക. അപ്ലൈ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ഇവിടെ പാൻ കാർഡിന് അപേക്ഷിക്കുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് നിങ്ങൾ കസ്റ്റമറുടെ പേര്, അതായത് നിങ്ങൾക്ക് ആദ്യം ഒരു പാനിന്റെ ഫോം ഉണ്ടാവും. ഇവിടെ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ന്യൂ പാൻ ഫോം എന്നുള്ളത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അത് കസ്റ്റമർ എടുത്തുനിന്ന് ഫില്ല് ചെയ്ത് അവരുടെ ഫോട്ടോ പൊട്ടിച്ച്, അത് നമ്മുടെ ബാക്ക് എൻഡിൽ സർവീസ് ടീം ഉണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരും. സബ്മിറ്റ് ചെയ്യുക. 130 രൂപയാണ് നമ്മൾ ഈ പാൻ കാർഡിന് സർവീസ് ചാർജ് ആയിട്ട് നമ്മൾ ഈടാക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ നെക്സസിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് അയക്കണം. അത് ഞങ്ങൾ ബാക്ക് എൻഡിൽ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് പാൻ കാർഡിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമറുടെ പേര്, അപ്ലിക്കന്റ് നെയിം, ഏത് സ്റ്റാഫാണോ അത് സ്വീകരിക്കുന്നത് അവരുടെ പേരും കാര്യങ്ങളൊക്കെ ചെയ്യുക. പേയ്മെന്റ് മോഡ് സ്വിച്ച് ചെയ്യുക. പേ ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ നിന്നാണ് ഈ 130 രൂപ കട്ടാവുക. അപ്പോൾ ഇവിടെ 1131 വാലറ്റ് ബാലൻസ് ഉണ്ട്. അവിടുന്ന് 130 രൂപ കട്ടാവും. എന്നിട്ട് നിങ്ങൾ കസ്റ്റമർ എടുക്കുന്ന ഫോമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമ്മൾ അത് പ്രോസസ്സ് ചെയ്ത് തരും. അപ്പോൾ അതിന്റെ കറക്ഷൻ അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഫോറിൻ പാൻ കാർഡിന് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പാൻ കാർഡിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഇവിടെയുണ്ട്. അതിന്റെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന്റെ പെൻഡിങ്ങും പ്രോസസ്ഡും റിജക്റ്റഡും, അത് ചില കേസിൽ റിജക്ഷൻ ഒക്കെ വരും. ആ സമയത്ത് റിജക്റ്റഡ് ഏതാണെന്നൊക്കെ ഉള്ളത് അറിയാനുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ പാൻ കാർഡിന് അപേക്ഷിക്കാൻ UTIയുടെ ആണെങ്കിൽ UTI ക്ലിക്ക് ചെയ്തിട്ട് UTIയുടെ പാനും അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഓഫ്ലൈൻ മെത്തേഡ് ആണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലോഗിൻ ID പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതുമുണ്ട്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഫോം ഫില്ല് ചെയ്ത് നമുക്ക് അയക്കാം. എന്തെങ്കിലും കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളവർ തന്നെ അത് കറക്റ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യും. പിന്നെ പാനിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 107 രൂപ, ഏകദേശം 110 രൂപയ്ക്ക് അടുത്തേ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ. ഓഫ്ലൈൻ ആവുമ്പോൾ നമ്മുടെ സർവീസ് ചാർജ് കൂടി 20 റുപ്പീസ് അഡീഷണൽ ആയിട്ട് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നിങ്ങൾക്ക് ഹെഡേക്ക് കുറയും എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ അത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പാൻ കാർഡിന്റെ സർവീസ്. പിന്നെ ടാക്സിന്റെ സർവീസസും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇൻകം ടാക്സ്, ടാൻ ആപ്ലിക്കേഷൻ, TDS ഫയലിംഗ്, GST, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടാനിന് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നാൽ അത് ഓഫ്ലൈൻ മെത്തേഡ് ആണ്. ടാൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഫീസ് വരുന്നത് 100 റുപ്പീസ് ആണ്. സർവീസ് ചാർജ് അടക്കം 100 റുപ്പീസ് ആണ് വരുന്നത്. ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ടാൻ പ്രോസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അതേപോലെ തന്നെ ഇൻകം ടാക്സ് ഫയലിംഗ് പല സെന്ററുകളിലും ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന് ഔദ്യോഗികമായിട്ട് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് പല ആളുകളും തിരിച്ചു വിടുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യുക. വളരെ നോമിനൽ ഫീസിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ സബ്മിറ്റ് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അയച്ചു തരിക. മെയിലായിട്ട് അയച്ചു തന്നാൽ മതി. നമ്മൾ ഇവിടുന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ടാക്സ് ഫയൽ ചെയ്തിട്ട് അതിന്റെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് തിരിച്ചു അയച്ചു തരികയാണ് ചെയ്യുക. അത് നിങ്ങൾക്ക് സെന്ററിലെ കസ്റ്റമേഴ്സിനെ കൂട്ടുവാനും വാക്കിൻസ് കൂട്ടാനും ഒക്കെ വളരെ സഹായകരമാണ്. ബാക്കെൻഡിലുള്ള പ്രോസസ്സാണ് ഇത് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ GST ഫയൽ ചെയ്യാൻ കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ GST ഫയലിങ്ങും നമുക്ക് ഇതിലൂടെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതിന് ഓരോന്നിനും ഓരോ റേറ്റും കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ പോർട്ടലിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ UAE വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. 30 ഡേയ്സ്, 90 ഡേയ്സ് UAE വിസ ആവശ്യമുള്ള ആളുകൾക്ക് ഡീറ്റെയിൽസ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് അവരെ പാസ്പോർട്ട് കോപ്പി നമുക്ക് മെയിലായിട്ട് അയച്ചു തരിക, അല്ലെങ്കിൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ട പ്രോസസ്സും കാര്യങ്ങളും എടുക്കും. നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ട് വിസ അപ്ലിക്കേഷൻ ചെയ്ത് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഫാസ്ടാഗിന് നിങ്ങൾക്ക് നമ്മൾ ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇൻഡസിൻഡിന്റെ ബാങ്കിന്റെ ഏജൻസിയാണ്. അപ്പൊ അതിന് യൂസർ ID പാസ്വേഡ് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തരും. ആവശ്യമുള്ള ടാഗും നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഫാസ്ടാഗ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന് നല്ലൊരു ബെനിഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ആണ് എന്ത് തന്നെയായാലും. പിന്നെ റൈസ് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ് റൈസ് ചെയ്യാം. മോർണിംഗ് 9:30 to 5 നമ്മുടെ വല്ല വർക്കിംഗ് ഡേയിലും നമ്മുടെ ടീമിനെ വിളിച്ചാൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ഇനി പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൈസ് ചെയ്യാം, ടിക്കറ്റ് റൈസ് ചെയ്യാനും പറ്റും. അപ്പൊ അത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള എല്ലാവർക്കും അത് കിട്ടുകയും ചെയ്യും. അത് എസ്കലേറ്റ് ചെയ്യാനുള്ള നടപടികളും ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് ഈ ഒരു പോർട്ടലിൽ. നമ്മുടെ സൈറ്റിന്റെ പുറമെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊന്നും തോന്നില്ല. കഴിഞ്ഞ ഏകദേശം 11 വർഷങ്ങളായിട്ട് അക്ഷയ സെന്ററുകളും CSC സെന്ററുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ടലാണ് ഈ ഒരു പോർട്ടൽ. അപ്പോൾ നിങ്ങളുടെ സെന്റർ ഒന്ന് നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യം നിർബന്ധമായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളത് താല്പര്യമുള്ള ആളുകൾ എന്തായാലും ഒരു രജിസ്ട്രേഷൻ ഫോമിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട്
രജിസ്ട്രേഷൻ ഫോമിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. രജിസ്ട്രേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ലോഗിനും ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് തരും. ലോഗിൻ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് പേയ്മെന്റ് അടച്ചാൽ മതി. അപ്പോൾ തന്നെ സൈറ്റ് ആക്റ്റീവ് ആവുകയും ചെയ്യും. ഈ രീതിയിൽ നിങ്ങളുടെ സെന്റർ ഒരു നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ആപ്പ് ഉണ്ട്, നെക്സസ് സർവീസസ് എന്ന് പറഞ്ഞിട്ട്. പ്ലേ സ്റ്റോറിൽ നെക്സസ് സർവീസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. നെക്സസ് സർവീസസ് എന്നുള്ള പ്ലേ സ്റ്റോറിൽ നെക്സസ് സർവീസസ് എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ വഴി ചെയ്യാം. അഡ്മിനിസ്ട്രേഷൻ ലോഗിനും ചെയ്യാം. അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യുന്ന പോലെ അക്കൗണ്ട്സും മോണിറ്റർ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതും കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സൈറ്റിന്റെ പ്രത്യേകതകൾ, ഈ പോർട്ടലിന്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ട്രെയിനിങ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ഞാൻ സൈൻ ഓഫ് ചെയ്യാണ്. താങ്ക് യു.